ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകൻ, എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സഹോദരി സഹോദരന്മാർക്കും വേഗവരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വാർഷികത്തിൽ അല്പസമയം ദൈവജനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. സദർശ 22:6. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നൊരു കുട്ടി അമ്മയ്ക്ക് നേരെ ഒരു കത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ദേ ഈ കത്ത് അമ്മയ്ക്ക് തരുവാൻ ക്ലാസ് ടീച്ചർ പറഞ്ഞു. ആകാംക്ഷയോടെ അമ്മ ആ കത്ത് വാങ്ങി വായിച്ചു. അമ്മയുടെ മുഖഭാവം മാറിയത് കണ്ട മകൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മേ ഈ കത്തിൽ? അമ്മ ചെറുപുഞ്ചിരിയോടെ ആ കത്ത് ഉറക്കെ വായിച്ചു. നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ പഠിപ്പിക്കാൻ മതിയാകില്ല. അതിനാൽ കൂടുതൽ സമയം നിങ്ങൾ തന്നെ അവന് പഠിപ്പിക്കുന്നതായിരിക്കും ഉചിതം. നാളുകൾ കടന്നു, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു. അവൻ വളർന്ന് ലോകമറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ എന്ന മികച്ച ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു മടക്കി വെച്ച കത്ത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ടീച്ചർ കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. എഡിസൺ ആ കത്തെടുത്ത് വായിച്ചു. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയുവാൻ ഇനി ഞങ്ങൾക്കാകില്ല. ദയവായി ഇനി അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടരുത്. ഇത് വായിച്ചതിന് ശേഷം എഡിസൺ മണിക്കൂറുകളോളം കരയുവാനിടയായി. അതിനുശേഷം തൻ്റെ റൂമിൽ ചെന്ന് മേശയിൽ നിന്ന് ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകം അറിയപ്പെടുന്ന മഹാനാക്കി മാറ്റിയത് എൻ്റെ അമ്മയാണ്, യഥാർത്ഥ ധീര വനിത. സദർശ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുഞ്ഞിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണ്. ആ മനസ്സിൽ പകയില്ല, പിണക്കമില്ല, വൈരാഗ്യമില്ല. ആ മനസ്സിൽ നല്ലത് എഴുതി ചേർക്കേണ്ടത് മാതാപിതാക്കളാണ്. മത്തായി 18:3. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാനാകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം അറിവ് വർദ്ധിക്കുന്നു. വളർച്ചയ്ക്കൊപ്പം അറിവ്, ജ്ഞാനം, വിശ്വാസം, സഹോദരത്വം വളർത്തിയെടുക്കേണ്ടതിന് പകരം കൂടുതലായി വൈരാഗ്യവും സ്വാർത്ഥ ചിന്തയുമാണ് മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്നത്. ബസ്സിൽ കയറിയ ഒരു കുട്ടിയോട് കണ്ടക്ടർ എത്ര വയസ്സാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയും 4. ഈ അറിവ് കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ 6 വയസ്സായി കുട്ടിക്ക്. 4 വയസ്സ് വരെ സൗജന്യ യാത്രയായതിനാൽ 4 വയസ്സെന്ന് പറയാൻ സ്വന്തം മാതാവ് തന്നെയാണ് കുട്ടിയെ പഠിപ്പിച്ചത്. സങ്കീർത്തനം 63:11. ഫോഷ്ക്ക് പറയുന്ന എവിടെയും വായി അടഞ്ഞു പോവും. അതേ പ്രിയരെ, നമ്മുടെ ദൈവം ഫോഷ്കില്ലാത്ത ദൈവമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് 3 യോഹന്നാൻ 1:4. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇഷ്ടമില്ലാത്ത ആൾ വീട്ടിൽ വരുമ്പോൾ ഞാനിവിടെ ഇല്ല, ഫോൺ വിളിക്കുമ്പോൾ പപ്പ ഇവിടെ ഇല്ല എന്ന് പറയിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഭിത്തിയിൽ വരച്ച് ഞാനല്ല, ഗ്ലാസ് പൊട്ടിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല, കൂട്ടുകാരനെ ഞാൻ തല്ലിയിട്ടില്ല എന്ന് കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുവാൻ തുടങ്ങുന്നു. വെളിപ്പാട് 21:8. ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമാകുന്നു. കുഞ്ഞുങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. ക്രിസ്തുവിന്റെ ഭാവം മാതാപിതാക്കളിലും അവരുടെ മക്കളിലേക്കും പകരപ്പെടുമ്പോൾ സമൂഹം തന്നെ നവീകരിക്കപ്പെടും. അതേ പ്രിയരെ, നമുക്കും ശിശുക്കളെ പോലെയാകാം. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. യോഹന്നാൻ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം തന്നെ അറിയിച്ചുകൊണ്ട് നടത്തുന്നു.